താരപ്പകിട്ടിലേക്ക് സ്വാഗതം. വളരെ കുറച്ചു കാലം കൊണ്ട് നല്ല വേഷങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിലേക്ക് കയറിയ അലൻസിയർ ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിലെത്തുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്വാഗതം ചേട്ടാ. നമസ്കാരം. നമസ്കാരമുണ്ട്. സന്തോഷമാണ്. കാര്യം ഒരേ സമയത്ത് തിയേറ്ററിൽ 2 സിനിമകളാണ് ഓടുന്നത്. എങ്ങനെ ഉണ്ട് പ്രതികരണം? എസ്ര, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ 2 സിനിമയെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. തിയേറ്റർ ആളുകൾ നിറഞ്ഞോടുന്ന 2 സിനിമകളുടെ ഭാഗമാകാൻ പറ്റി എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇത്തരം സിനിമകളുടെ വിജയം എന്ന് പറയുന്ന ആളുകൾ കാണുക എന്നുള്ളത് തന്നെയാണ്. തിയേറ്ററിൽ കുടുംബസമേതം ആളുകൾ എത്തുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വളരെ ശുഭകരമായ ഒരു വർഷം വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ്. എസ്ര എന്ന് പറയുമ്പോൾ ഒരു ഹൊറർ മൂവിയാണ്, ഒരു പരീക്ഷണ ചിത്രമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എസ്രയുടെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവരൊക്കെ അൻവർ റഷീദിൻ്റെയും രാജീവ് രവിയുടെയൊക്കെ അവരുടെയൊക്കെ സംഘത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ സംവിധായകൻ. ജയേഷിൻ്റെ പടത്തിനകത്ത് ഞാനും ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ എനിക്കും പറ്റി, പുതിയ തലമുറയുടെ ഭാഗമാകാൻ. വീണ്ടും എന്താണ് എൻ്റെ ക്യാരക്ടർ അതിൽ? ഞാൻ ഈ മട്ടാഞ്ചേരിയിൽ ഒരു പഴയ ആൻറ്റിക്സ് വിൽക്കുന്ന ഒരു മുസ്ലിം കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ കടയിൽ നിന്നാണ് ഈ കഥയുടെ തുടക്കം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കഥ വേറൊരു തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ നടക്കുന്നൊരു ഒരു മരണവുമായിട്ടാണ്, ഒരു ദുർമരണവുമായിട്ടാണ് ആ കഥ ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ അധികം സീനുകളൊന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നിയത് ആ കഥ പറയുമ്പോൾ ഞാൻ ഇതുവരെ സ്ഥിരം ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമയിൽ ഞാൻ ചെയ്തു വരുന്നൊരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കഥാപാത്രം സ്വീകരിക്കാൻ തയ്യാറായത്. വളരെ വ്യത്യസ്തം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ബേബി ചായനയാണ്. സാധാരണ സീരിയലുകളിലാണ് ഒരു ക്യാരക്ടർ ചെയ്തത്, ആ പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. നടൻ്റെ ശരിക്കുള്ള പേരിനേക്കാൾ ക്യാരക്ടറിലൂടെയാണ് നമ്മൾ. പക്ഷേ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിൽ നമുക്ക് എപ്പോഴും ബേബി ചായൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അലൻസിയർ എന്ന വ്യക്തിയാണ്. കേരളത്തിൽ ഒരുപാട് ബേബി ചായന്മാരുണ്ട്, ഒരുപാട് ബേബി ചായന്മാർ. എൻ്റെ നാട്ടിലും ബേബി ചായന്മാരൊക്കെ ഉണ്ട്. ഇടുക്കിയുടെ ഭാഗത്തും ചായന്മാരൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ബേബി ചായനുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അറിയപ്പെടുന്നത്, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഞാൻ ചെയ്ത ആ ബേബി ചായൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലാണ്. അതൊരു നടന് കിട്ടുന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഐഡിയ ആയിപ്പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. അംഗീകാരം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് അംഗീകാരം ലഭിച്ച സിനിമകൾ ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ജലാംശമായാലും കന്യാ ടാക്സിസിലെ യാക്കൂബിനെയൊക്കെ നല്ല സിനിമകൾ കാണുന്ന പ്രേക്ഷകർക്ക് എപ്പോഴും മനസ്സിലുണ്ട് ഇത്തരം ക്യാരക്ടർ. അപ്പം നല്ല സിനിമയുടെ ഭാഗമാവുന്നത് എത്രത്തോളം ആസ്വദിക്കുന്നത്? അല്ല, ഞാനിപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആസ്വദിക്കാൻ നേരമില്ല, അത് ഞാൻ പറയാം. കാര്യം ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോൾ അതല്ല ഞാൻ എന്നോടൊരു ഇതുപോലെ ഒരു ചാനൽ മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടാണ് ഞാൻ 18 വർഷമായി മലയാള സിനിമയിൽ ഉണ്ടാകുന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്ന പോലും. ദയ റിലീസായിട്ട് 18 വർഷമായി. ഒരു പെർഫോമറായിരുന്നു. അതെ, ദയയില് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ദിലീഷ് പോത്തൻ്റെ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന 2ാമത്തെ ഞങ്ങളുടെ പടം നടക്കുമ്പോൾ വേണുചേട്ടനോടെ വന്നിരുന്നു, ദയയുടെ ഡയറക്ടർ, ക്യാമറമാൻ വേണുചേട്ടൻ. അപ്പോൾ ഞാൻ വേണുചേട്ടനോട് പറഞ്ഞു, ദയ ഇറങ്ങിയിട്ട് എത്ര വർഷമായെന്ന് അറിയോ? 18 വർഷമായി. ആണോ? 18 വർഷമോ? ഷൂ, ഇത് ആരും ഓർത്തു? ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്തതല്ല, പക്ഷേ ചാനലുകാരൊക്കെ ഓർക്കുന്നുണ്ട് 18 വർഷമായി ഈ സിനിമ ഇറങ്ങിയിട്ടെന്ന്. അപ്പോൾ അങ്ങനെ 18 വർഷമായി സിനിമയിലുണ്ടായിരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോഴും ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ ഇപ്പോഴെത്തിയിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. ദയ കഴിഞ്ഞിട്ടാണ് ഞാൻ MB സുകുമാരൻ നായരുടെ ശയനം മുതലുള്ള അവസാനം പറഞ്ഞ ജലാംശം വരെയുള്ള സിനിമകളിലേക്ക് എത്തുന്നു. രാജീവ് വിജയരാഘവൻ്റെ മാർഗം. അപ്പോൾ ഇത്തരം സിനിമകളാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ നിന്ന് എന്നെ സിനിമയുടെ ആക്ടിങ് ഭാഷയിലേക്ക് എന്നെ രൂപപ്പെടുത്തുന്നത് ഇവരുടെ കളരികളാണ്. വാസ്തവത്തിൽ ഇത്തരം നല്ല സിനിമകൾ, ഞാൻ അഭിനയിച്ചത് ഒറ്റ സീൻ വേഷമായിരിക്കാം, പക്ഷെ അതൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. ആ സിനിമകളൊക്കെ ലോകത്തെ പല മേളകളിൽ അംഗീകാരങ്ങൾ നേടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
പക്ഷേ എന്നെ ഇവിടെ ആ സിനിമകളുടെ ഭാഗമായ പല നടന്മാരെയും പോലെ തന്നെ സംവിധായകരെ പോലെ തന്നെ എന്നെയും ഇവിടെ ഇവിടുത്തെ മലയാളം ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷേ എന്നെ തിരിച്ചറിയാൻ, ഇൻഡസ്ട്രിക്ക് തിരിച്ചറിയാൻ രാജീവ് രവിയുടെ സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ പടം വേണ്ടി വന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് പോത്തൻ, എൻ്റെ മഹേഷിൻ്റെ പ്രതികാരം, അങ്ങനെ ആ ഇൻഡസ്ട്രി തിരിച്ചറിയുന്നു. ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ മഹേഷിൻ്റെ പ്രതികാരം അതിൻ്റെ ഭാഗമാകുന്നു. അവിടെ ആൾക്കാരെന്നെ ജനകീയമായി അംഗീകരിക്കുന്നു. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരക്കുകൾ വന്നു തുടങ്ങി. തീർച്ചയായിട്ടും അത് കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ സന്തോഷമാണ്. പ്രത്യേകിച്ചും സിനിമയിലെ തിരക്കെന്ന് പറയുന്നത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നു തിരക്ക്? ഞാൻ വാസ്തവത്തിലൊരു അലസനാണ്. നാടകം ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ സിനിമ എന്ന് പറയുന്നൊരു ഇതിനകത്ത് പാകമാകുമോ പാകപ്പെടുമോ എന്നൊക്കെ എനിക്ക് ആദ്യകാലങ്ങളിൽ സംശയമുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു അഭിനയം സിനിമയുടെ സമ്പ്രദായമായിട്ട് ചേരുന്നതായിരുന്നില്ല. എങ്ങനെ ചേട്ടൻ അതിനെയൊക്കെ സട്ടിലാക്കി? അത് സംവിധായകരുടെ മിടുക്കാണ്. ഞാൻ എത്തിപ്പെട്ട സ്കൂളുകൾ അല്ലെങ്കിൽ അത്തരം സംവിധായകരുടെ അത്രയും കൂട്ടായ്മയുടെ ഭാഗമാണ്. രാജീവ് രവി, MP സുകുമാരൻ നായർ, രാജീവ് വിജയരാഘവൻ, ഇപ്പോൾ അവസാനം പോത്തൻ. അപ്പോൾ ഒരു ആക്ടറെ അവർക്കൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു മേക്കിംഗ് കൊണ്ടാണ് ഞാൻ സിനിമയുടെ ഈ അഭിനയ ഭാഷ പഠിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. സിനിമ സംവിധായകൻ്റെ കഴിവെന്ന് പറയുമ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ബേബി ചായൻ തന്നെയാണ്. സംവിധായകൻ തന്ന ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ കാണുന്നു അതിനെ? കാര്യം ഒരു കോമഡി ചെയ്യുന്നു. ഞങ്ങൾ കാണുന്ന അലൻസിയർ എന്ന നടൻ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ്. അതിൽ നിന്നാണ് വളരെ വ്യത്യസ്തമായിട്ടൊരു കോമഡിയിലോട്ടുള്ള പ്രവേശനം. വാസ്തവത്തിൽ ആ കഥ എന്നോട് കഥ പറയുമ്പോൾ പോത്തനോട് തന്നെ ഞാൻ ഈ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പോത്തൻ പറഞ്ഞു, ഒരിക്കലും ചേട്ടൻ കോമഡി ചെയ്യണ്ട, ചേട്ടൻ വളരെ കൃത്യമായി സീരിയസ് ആയിട്ട് ചെയ്താൽ മതി, അത് ആളുകൾ ചിരിച്ചോളും. ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ ആ കഥാപാത്രത്തിന് എന്ന് പറഞ്ഞു വരുമ്പോൾ ജിപ്സി എന്നും അതൊന്നും ഞാൻ കോമഡി ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരാളത് കേൾക്കുമ്പോൾ ഇയാളവിടെ ഇടുക്കിയിൽ അവിടെ ഒരു കട നടത്തുന്ന കട്ടപ്പനയിൽ നിന്ന് സാധനം കൊണ്ടുവന്ന കട്ടപ്പനയിലെ ഏക സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വലിയ വായിൽ വർത്താനം പറയുമ്പോൾ അയാളുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു അഹങ്കാരമുണ്ട്. അപ്പോൾ ഇവൻ വന്നിരുന്നിട്ട് ഇയാളെക്കാളും പഠിച്ചിട്ടാണ് ഇവൻ വരുന്നത്. ഇവന് ഈ കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങളൊക്കെ അപ്പോൾ അവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ പേര് പറയുമ്പോൾ ആ ഈഗോ ഇയാൾക്ക് ഉണ്ടാകുന്നുണ്ട്. അവൻ്റെ പേര് ഇയാൾക്ക് അറിയാമായിരിക്കാം വാസ്തവത്തിൽ. അപ്പോഴാണ് അവൻ പേര് പറയുമ്പോൾ ക്രിസ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പേര് ഇയാൾ തെറ്റിക്കുക, മനഃപൂർവ്വം തെറ്റിക്കുകയാണ് അവനെ. ഞാൻ നിന്നേക്കാൾ വലിയ ഏതോ വലിയ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ കോംപ്ലക്സ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അങ്ങനെ വർക്ക് ചെയ്തതാണ്. അത് പക്ഷേ കാണുന്നവർക്കൊക്കെ ഒരു തമാശയായിട്ട് തോന്നി. പക്ഷേ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തത്. എല്ലാ ക്രെഡിറ്റും സംവിധായകർക്ക് കൊടുത്തു, ഞാൻ നടനം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഒരു സംവിധായകനും ഇല്ലാതെ മലയാളികളെ മാറ്റിമറിച്ചു ഏകാംഗ നടൻ. എങ്ങനെ, എത്ര സമയമെടുത്തു അതിന്? അല്ല, അത് നാടകം എന്ന് പറയുന്നത് നടൻ്റെ ആർട്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് ഇംഗ്ലീഷിലെ നാടക പണ്ഡിതന്മാരൊക്കെ 3 A's 3 A's ചേരുന്നതാണ് നാടകം എന്ന് പറയാറുണ്ട്. ഓഥർ, ആക്ടർ, ഓഡിയൻസ്. അതിലേതാണ് പ്രധാനം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആക്ടറാണ്. ആക്ടർ ഇല്ലെങ്കിൽ നാടകമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആരില്ലെങ്കിലും ഒരു ആക്ടർക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്തരം നാടകങ്ങൾ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്. എത്ര സമയം എടുത്തു ചേട്ടാ അതിന്? അല്ല, ഇതൊന്നും നമ്മളങ്ങനെ റിഹേഴ്സൽ ചെയ്തിട്ടോ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടോ ഇത് പെട്ടെന്ന് സംഭവിക്കുന്നു. ഈ ചിന്ത ചേട്ടൻ എത്ര അന്ന് ഞാൻ കാസർഗോഡ് എനിക്ക് ദിലീഷ് പോത്തൻ്റെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എനിക്ക് ഷൂട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഈ ന്യൂസ് കാണുന്നതും ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ, കമലെന്ന് പറയുന്ന സംവിധായകൻ, ഇന്ത്യയിൽ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയിക്കുന്നു. അപ്പോൾ നാടുകടത്തി കളയുക എന്ന് പറയുന്നതിന് പകരം വളരെ സോഫ്റ്റായിട്ടാണ് ആ പദം ഉപയോഗിച്ചത്. താല്പര്യമില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ. ആൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആർക്കും താല്പര്യമില്ലെങ്കിൽ നമുക്ക് എവിടെ വേണോ പോകാം, ഏത് രാജ്യത്തും പോയി താമസിക്കാം. അതിനൊരാളുടെ അനുവാദവും സർട്ടിഫിക്കറ്റും വേണ്ട. അപ്പോൾ അത് വളരെ മയപ്പെടുത്തി പറഞ്ഞ വാക്കാണെങ്കിൽ പോലും അത് പേടിപ്പിക്കുന്ന വാക്കാണ്, അത് ഭയപ്പെടുത്തുന്ന വാക്കാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു നാടകക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണം. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ എൻ്റെ പള്ളിയുടെ പെരുന്നാളിൽ കാണിക്കുന്ന പാതിരിമാർ കാണിക്കുന്ന കള്ള കച്ചവടത്തിനെതിരെ പോലും ഞാൻ ഭിക്ഷക്കാരനെ കൊണ്ടിരുത്തിയിട്ട് അവിടെ നാടകം ചെയ്തിട്ടുണ്ട്. ഞാൻ ജൂലുമായി പോയിട്ട് കരിസ്മാറ്റിക് ധ്യാനത്തിന് നാടകം ചെയ്തിട്ടുണ്ട്. അതൊന്നും നാട്ടുകാർക്കൊന്നും നാടകമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവരൊക്കെ എന്നെ പള്ളിയിൽ ശിക്ഷിക്കുകയും പൈസ ഫൈനടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് നാടകത്തിൻ്റെ എൻഡാണ്. ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ തുടർച്ചയായിട്ട് ജീവിതത്തിൽ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊരു നാടകം എനിക്ക് ചെയ്യണമെന്ന് തോന്നി. എനിക്ക് പറയണമെന്ന് തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്. അത് ആരോടും പറയാതെയൊക്കെയാണ്. പക്ഷേ ഞാൻ 2 പേരോട് പറഞ്ഞത്, ഒന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല സുഹൃത്തെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഗോപൻ ചിദംബരം.
ഞാൻ ഗോവൻ്റെ ഷോർട്ട് ഫിലിം വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിലെത്തി. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ വേറൊരു സുഹൃത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്കണ്ഠയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പങ്കുവയ്ക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പി വി ഷാജികുമാർ, കാസർഗോഡുകാരൻ, ആ കഥാകൃത്ത്, അവനെ വിളിച്ചിട്ട് അവൻ ഗോവയിൽ ഷൂട്ടിലായിരുന്നു. രഞ്ജിത് സാറിൻ്റെ പടത്തിൽ മമ്മൂക്കയ്ക്ക് കാസർഗോഡ് ഭാഷ അങ്ങനെ അതിൻ്റെ ഒരു ജോലിയുമായിട്ട് അവൻ അവിടെയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഭാര്യ അവിടെ ഉണ്ട്, മനീഷയുണ്ട്, മനീഷ വരും. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പ്രോപ്പർട്ടികൾ വേണം, ഈ സാധനം അധികമൊന്നുമില്ല, കാസർഗോഡ് എന്തും വാങ്ങിക്കാൻ കിട്ടുന്ന കള്ളം സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുടെ ഒരു കേന്ദ്രമാണല്ലോ. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമേരിക്കൻ പതാക കിട്ടിയില്ലെങ്കിൽ അമേരിക്കൻ പതാകയുടെ ചായയുള്ള ഒരു സാധനം അവിടെ നിന്ന് കിട്ടും, ഉറപ്പാണ്. നമുക്കൊരു ഐഡിയ ഉള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഒരു ബസ്സിലേക്ക് കയറുക, അമേരിക്കയിലേക്കോ പോർച്ചുഗീസിലേക്കോ എനിക്കൊരു ടിക്കറ്റ് ചോദിക്കുക, കാസർഗോഡ് നിന്ന് ബസ്സിലേക്ക് എന്നെ കൊണ്ടുപോകുക എന്നുള്ള ചോദിക്കുക. ഇത് മാത്രമായിരുന്നു ഐഡിയ. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണം അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മൾ വലിയ ദേശസ്നേഹവും ദേശഭക്തിയും പറയുമ്പോഴും ഞാൻ ഈ ബസ്സിനകത്ത് കയറിയിട്ട് അമേരിക്കയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഇല്ല, അത് അദ്ദേഹം കാസർഗോഡുള്ള ഏതൊരു സ്ഥലം, ഏതൊരു ഗ്രാമത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന ഒന്നുകിലൊരു ഭ്രാന്തൻ അല്ലെങ്കിൽ ഒരു മദ്യപിച്ചിട്ട്. ഞാൻ ആ അവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഉന്മത്തനായി നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബസ്സിനകത്തിരുന്ന് കുറേ കുട്ടികൾ എന്നെ കണ്ടു. അപ്പോൾ അവർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തില്ല. പിന്നെ അവന്മാർ പരസ്പരം പറയാൻ ബേബിച്ചൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബേബിച്ചൻ അല്ല, ഞാൻ അലൻസീറാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഇവിടെ നിന്ന് നാട് കടത്തുമെന്നാണ് പറയുന്നത് എൻ്റെ പേരിൻ്റെ കാരണം. അപ്പോൾ അമേരിക്കയിലേക്ക് പോവുകയാണ്, ഈ ബസ് പോയില്ല, അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ബസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞു ഇല്ല ബേബിച്ചൻ ഷർട്ട് എടുത്തിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ട് ഇടുന്നില്ല, ഷർട്ടിട്ട് ഭാരതത്തിൽ നിന്ന് ഗാന്ധി പോയിട്ടില്ല. ഗാന്ധി സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ വേണ്ടി യാത്ര ചെയ്ത് മുഴുവൻ ഷർട്ടില്ലാതെയാണ്. ഞാൻ അങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ബസ് ഹൈജാക്കിയാണ്. വിമാനം മാത്രമല്ല ബസ്സും ഞാൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോവാണ്. ഭാരതത്തിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ, കുടുംബത്തെ നോക്കി നിൽക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ ബസ് തട്ടിക്കൊണ്ടുപോയാണ്. അപ്പോഴത്തേക്ക് ചാനലുകാർ ക്യാമറ കണ്ടപ്പോൾ ഇവർക്ക് എന്ത് ഷൂട്ടിംഗ് ആണോ നാടകമാണോ സിനിമയാണോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അമേരിക്കയിലേക്ക് വരാൻ തയ്യാറുള്ളവർ ഈ ബസ്സിലിരുന്നു. അപ്പോൾ ബസ്സിനകത്തിരുന്ന് എല്ലാവരും വയസ്സന്മാരുൾപ്പെടെ ചെറുപ്പക്കാർ പിള്ളേർ ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ബസ് അമേരിക്കയിൽ പോകുമ്പോൾ ഞങ്ങൾ അമേരിക്കയിൽ വരാം, കൊണ്ടുപോകും എന്നാണ് ചോദിച്ചത്. ആ നിമിഷം ഞാൻ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ജനിച്ച നാട്ടിൽ ഞാൻ നിൽക്കും, ഭാരതമാണ് എൻ്റെ നാട്, ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ ദേശസ്നേഹം എനിക്ക് അണ്ടർവെയറിനോടുള്ള സ്നേഹമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുണ്ടടിച്ച് കാണിച്ചത്. അത് അമേരിക്കൻ പതാകയല്ല, വേറൊരു രാജ്യത്തെ ദേശീയ പതാകയെ അപമാനിച്ചു എന്നാണ് എനിക്കെതിരെ വന്നൊരു ആരോപണം. അതിൻ്റെ നക്ഷത്രങ്ങളോ ചിഹ്നങ്ങളോ അമേരിക്കൻ കോടതിയിൽ ഹാജരാക്കിയാൽ എന്നെ വെറുതെ വിടും. ഒരു ലോക കോടതി എന്നെ ശിക്ഷിക്കില്ല. ഒരു ദേശീയ പതാകയും ഞാൻ അപമാനിച്ചിട്ടില്ല. ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അത് നിരന്തരം ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത് അമിത ദേശഭക്തി, അമിത ദേശീയ ഗാനം പാടൽ അപകടകരമാണെന്ന് ദേശീയഗാനം എഴുതിയ ടാഗോർ പോലും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു നാടകം ചെയ്ത സംതൃപ്തി സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു, ആദ്യകാലങ്ങളിലൊന്നും കിട്ടിയില്ല എന്ന് തന്നെ പറഞ്ഞു. നാടകകാലത്തെക്കുറിച്ച് എത്രത്തോളം ഗൃഹാതുരത, എങ്ങനെ കാണുന്നു, എങ്ങനെ ഓർക്കുന്നു ആ ഒരു കാലം? നാടകം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ചാനൽ ഇൻ്റർവ്യൂസിലും പത്രക്കാരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്, നാടകം എനിക്ക് ജീവനാണ്. സിനിമ ചിലപ്പോൾ എനിക്ക് ഉപജീവനമാകാം. സിനിമയും ഞാനിപ്പോൾ ജീവനതുല്യം തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് വെച്ച് സിനിമ സ്നേഹിക്കുന്നില്ല എന്നല്ല, വെറും ഉപജീവനം, വെറും തൊഴിൽ മാത്രമല്ല. നല്ല സിനിമയുടെ ഭാഗമാകുമ്പോൾ ഞാനൊരു തൊഴിലല്ലാതെയാണ് അതിനെ കാണുന്നത്. ആ മീഡിയത്തിന് കിട്ടുന്ന നമ്മുടെ പുതിയ നൂറ്റാണ്ടിൻ്റെ പുതിയ കല എന്ന് പറയുന്നത് വലിയ ആയുധം തന്നെയാണ്. കൂടുതൽ ആളുകൾ ആകർഷിക്കാൻ പറ്റുകയും മനുഷ്യരിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ശക്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. പലപ്പോഴും നമ്മുടെ സിനിമകൾക്ക് അത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി അങ്ങനെ സംഭവിക്കാത്തത് സിനിമാക്കാരുടെ മാത്രം കുറ്റം കൊണ്ടല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മുടെ പ്രേക്ഷകരും മാറണം. നമ്മുടെ മേളയ്ക്ക് ഓടിക്കൂടുന്ന ആളുകളെ കണ്ടാൽ മലയാളത്തിൽ ഇത്തരം ഒരു നല്ല സിനിമ ഉണ്ടായാൽ എത്ര പേരാണ് തിയേറ്ററിൽ വരുന്നത്? 3 ദിവസം കഴിയുമ്പോൾ തിയേറ്ററില്ലാതെ തിയേറ്ററുകാരെടുത്ത് പുറത്ത് കളയും. പക്ഷെ പണ്ട് ഇതങ്ങനെ സംഭവിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അടൂർ സാറിൻ്റെയും അരവിന്ദ് സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെയൊക്കെ കാലത്ത്, കെ ജി സാറിൻ്റെയൊക്കെ കാലത്ത് നമുക്ക് വേറൊരു തരം മാധ്യമം ഇല്ലായിരുന്നു. ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് തന്നെ എത്തുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ പോലും ഇപ്പോഴും സിനിമാ തിയേറ്ററിൽ പോയിട്ടാണ് മനുഷ്യർ സിനിമ കാണുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൾച്ചറില്ല. നമ്മൾ എളുപ്പത്തിന് എവിടെയെങ്കിലും ഒരു DVD കിട്ടിയാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന അത്തരം സിനിമാസ്വാദനത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളൊരവസ്ഥയിലാണ് മലയാളി പ്രേക്ഷകനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ അപകടമാണ്.
സിനിമ അങ്ങനെ കാണേണ്ടതല്ല. സിനിമ ടി വിക്ക് വേണ്ടിയിട്ടോ ഈ കുഞ്ഞു പെട്ടിക്ക് വേണ്ടിയിട്ടോ ഉണ്ടാക്കുന്നതല്ല. ഏറ്റവും വലിയ സ്ക്രീനിൽ. അതെ. ചേട്ടൻ പറയാറുണ്ട് ആദ്യത്തെ സിനിമകൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഞാൻ നാടകത്തിൽ നിന്നും പെട്ടെന്ന് വന്നുകൊണ്ട്. ഇപ്പം എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? ഓരോ സിനിമയുടെ സെറ്റിലെത്തുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാകാറുണ്ട്. വാസ്തവത്തിൽ ദിലീഷിൻ്റെയും രാജീവ് രവിയുടെയും സെറ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് ആ ടെൻഷനില്ല. കാരണം എനിക്കറിയാം, അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. ഒരു പുതിയ സംവിധായകൻ്റെ അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു സംവിധായകൻ്റെ കീഴിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ടാവാം. പക്ഷേ അതൊരു ഒരു സീൻ കഴിയുമ്പോഴോ അതങ്ങ് മാറാറുണ്ട് പൊതുവെ. സംവിധായകർ മാറിയാലും നമ്മൾ അഭിനയിക്കുമ്പോൾ നായകന്മാർ നമുക്ക് പുതിയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ആദ്യം അവരുമായിട്ടൊരു കംഫർട്ട് സോൺ ഫീൽ ചെയ്തില്ലായിരിക്കും. എങ്ങനെയുണ്ട് അങ്ങനത്തെ എപ്പോഴെങ്കിലും? ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കംഫർട്ട് സോൺ നോക്കി അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയായിരിക്കും. അത് എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാർ ആയാൽ പോലും കൂടെ നിൽക്കുന്ന ആക്ടർ അദ്ദേഹത്തിന് കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ അത് ബാധിക്കും. അപ്പോൾ ഇത് പരസ്പരം കൊടുക്കൽ വാങ്ങലാണ്. അങ്ങനെ ഒരു സംഘത്തിൽ നിന്ന് മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവൂ. അത് സൂപ്പർ സ്റ്റാർ എന്നുള്ളതല്ല, അത് അവർക്ക് നല്ലവണ്ണം അറിയാം. മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഫഹദ് എന്ന ഒരു നടൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്. ഞാൻ അന്യ റസൂലിലാണ് ഫഹദിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അന്ന് എനിക്ക് ഫഹദിനെ പരിചയമില്ല. രാജീവിനെയും ക്യാമറ ചെയ്യുന്ന മധു നീലകണ്ഠനും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാനും ഫഹദുമായിട്ടുള്ള സീനാണ് എടുക്കുന്നത്. ഒരു ബൈക്കിൽ ഇങ്ങനെ പാസ് ചെയ്ത് ഞങ്ങൾ ബൈക്കിൽ പോവുകയും അവൻ ഫഹദെ ഞങ്ങളെ ഒരു കട കാണിച്ചു തരാൻ, ബാലേട്ടൻ്റെ കട കാണിച്ചു തരാൻ, ബാലേട്ടൻ ചെയ്ത പി ബാലേന്ദ്രൻ ചെയ്ത കട കാണിച്ചു തരാൻ കൊണ്ടുവരുന്നൊരു സീൻ. അപ്പോൾ മട്ടാഞ്ചേരി സ്ട്രീറ്റിലാണ് ആ സാധനം എടുക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ കുറേ സീൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫഹദിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫഹദ് ഞാൻ ചെല്ലുമ്പോൾ ഫഹദ് എന്നെ ഓടി വന്നിട്ട് അലഞ്ചേട്ടാ എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ. അപ്പോൾ ഇവരുടെ ഒരു ഡിസ്കഷനിൽ ഞാൻ ആരാണെന്ന് ഫഹദിന് മനസ്സിലായി. ഇപ്പോൾ രാജീവിൻ്റെയും മധു നീലകണ്ഠൻ്റെയൊക്കെ ആ കൂട്ടായ്മയിൽ നിന്ന് ഞാനൊരു നാടകത്തിൽ നിന്ന് വരുന്ന ഒരാളാണെന്നുള്ളത് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എനിക്ക് തോന്നുന്നു ഫഹദിന് അറിയാമായിരിക്കണം. അങ്ങനെ ആയിരിക്കണം അവൻ എന്നോട് ആ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നുള്ള സ്നേഹം എന്നോട് കാണിച്ചു. അന്ന് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തുന്നത് ഫഹദുമായിട്ടുള്ള അടുത്ത സിനിമ വർഷങ്ങൾക്ക് ശേഷം 1/2 എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ബാംഗ്ലൂരിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനൊരു ഗ്രീൻ റൂമിലൊരു മൂലയിൽ ഇരിപ്പുണ്ട്. ഫഹദ് വന്ന് കയറുന്നു. ഫഹദിനെ അന്ന് കണ്ടു പിരിഞ്ഞതല്ലാതെ എന്നെ റസൂലിനെ ശേഷം ഞാൻ കണ്ടിട്ടില്ല, ഫോൺ വിളിച്ചിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കോൺടാക്ട്സും ഇല്ല. അപ്പോൾ ഞാനൊരു മൂലയിൽ ഇരിക്കുകയാണ്, തമിഴിൽ നിന്നുള്ള നടന്മാരുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇട്ട് മാറിയിരിക്കുമ്പോൾ ഫഹദ് വന്ന് കയറി. ആ ഗ്രീൻ റൂമിലേക്ക് വന്ന ഉടനെ എന്നെ ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഞങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് ആലിഞ്ചേട്ടാ നിങ്ങളിവിടെ ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത മുരളി ഗോപി ഉണ്ട് സെറ്റിൽ. മുരളിയും ഞാൻ ഒരുമിച്ച് കന്യകാട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ മുരളി ആ സമയത്ത് ആ ഗ്രീൻ റൂമിലില്ല. എനിക്ക് പരിചയമില്ലാത്ത നടന്മാരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് എന്നെ തിരിച്ചറിയുകയും എൻ്റെ പേര് പോലും വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. അന്ന് ഞങ്ങൾ തമ്മിൽ വലിയ സൗഹാർദ്ദമായി. പിന്നെ ആ സിനിമയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഡിസ്കഷൻസ്, അതിൽ ആ 1/2 അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് രാജീവിൻ്റെ സ്റ്റീവ് ലോപ്പസ് ഫർഹാനുമായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. ആ ഒരു സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന പടത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു വിഷയത്തിന് പുറകെ സഞ്ചരിച്ചൊരു സിനിമ, യാതൊരു ഗിമ്മിക്സും ഇല്ലാതെ നാച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. അതിലെ ഒരു DYSP അല്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ലോപ്പസ്, എൻ്റെ അമ്മായപ്പൻ്റെ പേരാണ്. രാജീവ്, ഞാൻ എൻ്റെ നാട്ടിലെ പുത്തൻതോപ്പിൽ നിന്ന് പോലീസ് ഉദ്യോഗം കിട്ടി DYSP ആയി പേരൂർക്കട പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും കേട്ട് കേൾവിയുള്ളത്. എൻ്റെ മകൻ്റെ പേര്, ഇളയ മോൻ്റെ പേര് സ്റ്റീവ് ലോപ്പസാണ്. ആ പേര് തന്നെയാണ് സിനിമയിലെ കഥാപാത്രത്തിൻ്റെയും പേര്. അപ്പോൾ അത്തരമൊരു ഭാഗ്യം കിട്ടി ജീവിതത്തിലും സിനിമയിലും, മകൻ്റെ പേരിൽ അച്ഛനായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയൊരു നടനാണ്. അത് രാജീവ് എന്ന ഭാഗ്യം. സ്റ്റീവ് ലോപ്പസിലെ വിശേഷം പറയുമ്പോൾ അപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നതാണ് കിസ്മത്ത്. കാര്യം ഇതിലെ പോലീസ് ഉദ്യോഗസ്ഥൻ, അതിൽ ആ നായകൻ്റെ അച്ഛൻ വളരെ പിടിവാശിക്കാരനായ, ഒരു ഭാര്യയുടെ മുന്നിലോ മകൻ്റെ മുന്നിലോ ഒരു വികാരങ്ങൾക്ക് മുന്നിലോ തല കുനിക്കുന്നില്ല. സ്വന്തം വിശ്വാസങ്ങൾ അത് തെളിയിക്കണം, നേരിടണം, എങ്ങനെയും നേടിയെടുക്കണം, മകൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു ക്യാരക്ടർ. എത്ര സ്ട്രോങ് ആണത്. ഒരു പ്രണയം വേറെ രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞ ഒരു വിഷയമായിരുന്നു കിസ്മത്ത് എന്ന് പറയുന്ന സിനിമ. ശരിയാണ്. ആ പറഞ്ഞ
എൻ്റെ കഥാപാത്രം എനിക്ക് തോന്നിയിട്ടുള്ളത് അതങ്ങനെ ആ കഥാപാത്രത്തിന് അങ്ങനെ രൂപപ്പെടുന്നതിൽ ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ സിനിമ അഭിനയം എന്ന് പറയുന്നതിനകത്ത് ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ല. അതിന് ഹോംവർക്ക് വേണ്ട, അതങ്ങ് സംഭവിച്ചോളും, അതിങ്ങനെ വെറുതെ അങ്ങ് ഓടിപ്പോയിക്കോളും എന്ന് വളരെ ലാഘവത്തോടെ സംഭവിക്കുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥാപാത്രം ഉപയോഗിക്കുന്ന ഡയലോഗ്സ്, അദ്ദേഹത്തിൻ്റെ റെൻഡറിങ്, അതിൻ്റെ ഒരു സ്ലാങ് ഒക്കെ എനിക്ക് വശമില്ലാത്തതാണ്. ഞാനീ പൊന്നാനിക്കാരൻ പറയുന്ന രീതിയിലാകണം. അപ്പോൾ ഞാൻ ഷാനവാസ് ഈ കഥാപാത്രം പറയുമ്പോൾ ഞാൻ വളരെ ദീനിയായ ഒരു വ്യക്തിയാണ്, അതിൽ വിശ്വാസി, ആ വിശ്വാസിയാണ്. അപ്പോൾ ഷാനവാസ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സംവിധായകൻ ഷാനവാസ് ബാബുട്ടി. ഷാനവാസ് എനിക്ക് ഓരോ ചലനവും എങ്ങനെയാണ് പള്ളിയുടെ മഹല്ല് കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ആൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു രൂപം എനിക്ക് തന്നിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ വർത്തമാനം പഠിച്ചത് അവിടുത്തെ ഒരു സ്കൂൾ അധ്യാപകനത്ത് ഈ ഡയലോഗ് മുഴുവൻ കൊടുത്തിട്ട് നിങ്ങളിത് എങ്ങനെ പറയും. ഓ അത് ശരി. ഞാനിപ്പോൾ എനിക്ക് എഴുതി തന്നിരിക്കുന്നത് തിരുവനന്തപുരം ഭാഷയിലായിരിക്കും. അത് അവരുടെ ഭാഷയിൽ അവരെങ്ങനെയായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഡയലോഗ് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ട് ഞാൻ അങ്ങനെ പഠിക്കുകയായിരുന്നു. അതിനുവേണ്ടി 2 ദിവസം ഞാൻ അവിടെ താമസിക്കുകയും എനിക്ക് അധികം ഡയലോഗ്സ് ഒന്നും ഇല്ലായിരുന്നില്ല. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റി. അദ്ദേഹം പറഞ്ഞു തന്നത് ഞാനിങ്ങനെ അതിനുവേണ്ടി ഞാനിങ്ങനെ പ്രിപ്പയർഡായി 2 ദിവസം മുഴുവൻ. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടത്. കൂടെ അഭിനയിച്ചവരൊക്കെ കോഴിക്കോടും മലബാറിൽ നിന്നുള്ളവരൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിരുന്നു. പക്ഷേ അവരോടൊപ്പം എത്തണമെങ്കിൽ ഞാൻ കുറച്ച് ഹോംവർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഏറ്റെടുത്തത്.